ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോണിയ റെനൽ പോസിറ്റീവ് ലൈഫ് സ്റ്റോറീസിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം തിരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വരാനൊക്കെ ആയിട്ട് ഈ 2026 ആഗ്രഹിക്കുകയാണ്. സ്റ്റാർട്ടിങ് വിത്ത് സം ഓഫ് ദ വീഡിയോസ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ഓൾ. അത് കഴിഞ്ഞ് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ കുറേ പോസിറ്റീവ് ഷെയർസും അതുപോലെ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന പോസിറ്റീവ് ലൈഫ് എക്സ്പീരിയൻസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോളിഡേയ്സിൽ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിസിറ്റ് ചെയ്ത പോർട്ട് സ്റ്റീഫൻ ആനിമൽ അഡ്വഞ്ചേഴ്സ് ആണ്. അത് നമ്മുടെ സിഡ്നിയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ ദൂരെ ഉള്ള ഒരു സ്ഥലമാണ് പോർട്ട് സ്റ്റീഫൻ ആനിമൽ അഡ്വഞ്ചർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ആ ഒരു ഏരിയകളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടും കാണാനൊക്കെ ആയിട്ടുണ്ട്. അന്ന ബേ, ഹാവേ ബേ, നെൽസൺ ബേ, അങ്ങനെ ഒത്തിരി ബീച്ചുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ ഒരു പോർട്ട് സ്റ്റീഫൻ ആനിമൽ അഡ്വഞ്ചറിൽ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വെറൈറ്റീസ് ഓഫ് ആനിമൽസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യം ചെന്നപ്പോൾ അവിടെ ഒരു ആടുകളുടെ സ്ഥലത്തോട്ടാണ് പോയത്. നമുക്ക് ആടിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ആടുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഒത്തിരി മനോഹരമായിട്ട് അവർ റിയലി എൻജോയ് ചെയ്ത് ആടുകൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് മത്സരിച്ച് തീറ്റ കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അവിടെ ഇരുന്നത്. കുറച്ച് സമയങ്ങൾ ഞങ്ങൾ അങ്ങനെ അവിടെ അത് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് നമ്മളെ ബേർഡ്സ് കാണുവാനൊക്കെയുള്ളൊരു അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവർ കുറേ ആനിമൽസിനെയൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുനടക്കും. പിന്നെ ഉണ്ടായിരുന്നതായിരുന്നു ഈ ബേഡ്സിൻ്റെ ഒരു അഡ്വഞ്ചർ സ്ഥലം. അങ്ങോട്ട് നമ്മൾ സ്പെഷ്യൽ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഓരോ ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് കയറ്റിയായിരുന്നു ചെയ്ത്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ കൈകളിൽ വെക്കുകയും അല്ല ഫോട്ടോ എടുക്കാനായിട്ടും കുറച്ച് സമയം അതിനെ കളിപ്പിക്കാനൊക്കെ ആയിട്ടും ചെറിയ ഫീഡിങ്ങിനും ഒക്കെയുള്ള ഒരു അവസരങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 2 ഫാമിലി ആയിട്ടായിരുന്നു പോയത്. 2 ഫാമിലിയിലെ കുട്ടികളെല്ലാം ഒത്തിരി എൻജോയ് ചെയ്ത് നമ്മുടെ കയ്യിലൊക്കെ വെക്കുമ്പോൾ അത് സേഫായിരുന്നു. നമ്മുടെ കൂടെ എപ്പോഴും അവരുടെ ആൾക്കാർ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതിനെ കളിപ്പിക്കാനുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കൂടെ അവരുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെ കൈകളിലും കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവരുടെയും കൈകളിൽ വെക്കാനൊക്കെയുള്ള അവസരം. അവർ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളിത് അവരെ ട്രീറ്റ് ചെയ്തത്. ഇറ്റ് വാസ് റിയലി എ ബ്യൂട്ടിഫുൾ ഡേ വിത്ത് മൈ കിഡ്സ്. അതിനുശേഷം നമുക്ക് അവിടെ തന്നെ ഒത്തിരി പ്രാവശ്യങ്ങൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരു ഫ്രണ്ട്ലി സ്റ്റാഫ്സ് ഇങ്ങനെ നമുക്ക് ക്രൊക്കഡൈലിനെ അടുത്തേക്ക് നമ്മളെ കൊണ്ട് ക്രൊക്കഡൈലിനെ നമുക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ നമുക്കുണ്ടായിരുന്നു. ക്രൊക്കഡൈലിൻ്റെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന വീഡിയോയിൽ കാണുന്ന പോലെ വായടച്ച് വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് അതിനെ ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ക്രൊക്കഡൈൽ ഉണ്ടായിരുന്നു. ഏകദേശം 800 കിലോഗ്രാം വരുമെന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന വലിയ ജയൻ്റ് ആയിട്ടുള്ളൊരു ക്രൊക്കഡൈലായിരുന്നു. അവിടെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുമായിരുന്നു. നമ്മൾ പരസ്പരം ഓരോരുത്തരുടെ കൈകളിൽ ഇങ്ങനെ മാറി മാറി ക്രൊക്കഡൈലിനെ മേടിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കാനും തൊടാനും ഒക്കെ പേടിയായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പേടിയോ ഒന്നും ഇല്ലായിരുന്നു. അവർ റിയലി അതിനെ തൊടുകയും അതിനെ കയ്യിൽ മേടിക്കുകയും അങ്ങനെ റിയലി എൻജോയ് ചെയ്ത്. ഗ്രോവിങ് ജയാൻ്റ് എന്ന് പറഞ്ഞ് കാണിച്ച ആ ക്രൊക്കഡൈലാണ് ഏകദേശം 800 കിലോഗ്രാം കറൻ്റ്ലി ഉണ്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഞങ്ങളോട് ഷെയർ ചെയ്തത്. പിന്നെ നമുക്ക് ടർട്ടൈൽ കോയ് ഫീഡിങ്ങിൻ്റെ ഒരു എൻട്രിങ് സ്ഥലം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ കുറച്ച് പാമ്പുകളെയൊക്കെ ഇങ്ങനെ നമ്മുടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പാമ്പുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സാധനമാണ് പാമ്പ് ജീവിതത്തിൽ. അതിനെ ഇവർ മാറി മാറി റെനിലും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും മാറി മാറി അതിനെ ടച്ച് ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു ഷാർക്ക് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അതിലേക്ക് ആ ഷാർക്കിലെ എൻട്രി നമുക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു 12 മന്തിൽ അൺലിമിറ്റഡ് എൻട്രി ആയിട്ട് മെഗാ ടിക്കറ്റാണ് എടുത്തത്. അതുപോലെ തന്നെ ഓരോ പെർ പേഴ്സൺ $10 നമ്മൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള ഓരോ ഷാർക്കിലേക്കും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ പൂളുകളിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. നമ്മൾ 4 കുട്ടികളും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ജോവാനും അതുപോലെ തന്നെ പൊന്നും ചെയ്താപ്പിയൊക്കെയാണ് അങ്ങോട്ട് ഇറങ്ങിയത്.
ടച്ച് ചെയ്യാനും അതിനൊന്ന് ജസ്റ്റ് ഒരു പമ്പ് ചെയ്യുമ്പോഴൊക്കെ പിള്ളേർ ഒത്തിരി അത് എൻജോയ് ചെയ്തായിരുന്നു. ഒരു 3-4-5 പൂളുകളുണ്ട്, പല തരത്തിലുള്ള ഫിഷുകളുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്ക് അവർക്കത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ ഉള്ളതായിരുന്നു, ഏറ്റവും വലിയൊരു പൂളായിരുന്നു അത്. ഇച്ചിരി ഒരാഴം ഉള്ളതാണ്, ഇച്ചിരി സ്വിമ്മിങ്ങൊക്കെ അറിയാൻ പറ്റുന്നവർക്ക് പോകാൻ പറ്റുന്നൊരു ഇതായിരുന്നു. ഷാർക്ക് എക്സ്പീരിയൻസിൻ്റെ വേറൊരു പൂള്, അതിലേക്ക് ഇവർ ഇറങ്ങി അതിൻ്റെ ഷാർക്കിൻ്റെ കൂടെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയവർക്ക്. കുട്ടികളത് റിയലി എൻജോയ് ചെയ്ത്. നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് പോർട്ട് സ്റ്റീഫൻ ആനുവൽ അഡ്വഞ്ചർ. ഇറ്റ് ഈസ് റിയലി ഗുഡാണ്. അതുപോലെ തന്നെ നമുക്ക് സിഡ്നിയിൽ നിന്ന് അധികം ദൂരമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.